അപ്പൊ സെനറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണെന്ന് അറിയാം. അപ്പോ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഒരു എക്സാം റഷ് വരത്തില്ലേ? ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെക്കൻഡ് ഇയർ പേപ്പർ ഫസ്റ്റിന്റെ ഒരു എക്സാം പാക്കേജുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 8 ക്വസ്റ്റ്യൻസ്, ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു 8 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കാത്ത ആളാണ്, നിങ്ങൾക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ 8 ക്വസ്റ്റ്യൻസ് മസ്റ്റ്, ഞാൻ പറയുന്ന പോലെ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ജയിക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. ഓക്കെ. അപ്പൊ ഇതാണ് ആ 8 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. ഇത് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് വീഡിയോസിലെല്ലാം ചെയ്തിട്ടുള്ളത് ഈ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ്. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. ഓക്കെ. 1 മാർക്ക്, 2 മാർക്ക്, 5 മാർക്ക്, 15 മാർക്ക്, ഇതിനെല്ലാത്തിനും എന്ത് വരും? ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇത് പഠിക്കാണ്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. ഓക്കെ. ഇതാ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. അത് 15 മാർക്കിന് സ്മോൾ സ്കെയിൽ ആയിട്ടും ചോദിക്കാം, ലാർജ് സ്കെയിൽ ആയിട്ടും ചോദിക്കാം. പിന്നെ 3 പാർട്ട് ABC തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് അങ്ങനെയും ചോദിക്കാം. അതെല്ലാം നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, മോഡേൺ സീവേജ് ട്രീറ്റ്മെന്റ്. ഓക്കെ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്തെന്ന് പറയും? MST. ഈ MSTയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. എന്താണ്? മോഡേൺ സീവേജ് ട്രീറ്റ്മെന്റ്. ഓക്കെ. അപ്പോ ഈ മോഡേൺ സീവേജ് എന്താടാ? സീവേജ് എന്ന് പറയുന്നത് എന്താ ആക്ച്വലി സീവേജ്? ഫീക്കസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള വേസ്റ്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീവേജ്. ഫീക്കസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള വേസ്റ്റ് വാട്ടർ, അതിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. എന്താണ് സല്ലേജ്? സല്ലേജ് എന്ന് പറയുന്നത് എന്താ? ഫീക്കസ് അടങ്ങാത്ത വേസ്റ്റ് വാട്ടർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സല്ലേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു ടേം പഠിച്ചു വെക്കണം, 1 മാർക്കിന് ചോദിക്കും. ഓക്കെ. അപ്പോ നമുക്കറിയാം സീവേജ് എവിടെയാ? ഒരു സിവറേജ് സിസ്റ്റം ഉണ്ട്. എവിടെയാ? നമ്മുടെ സിറ്റീസിലും ടൗൺസിലൊക്കെ. ഓക്കെ. അപ്പോ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സീവേജും മറ്റ് വേസ്റ്റ് വാട്ടറിനെയൊക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്തെടുക്കുന്നു, അതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള 2 ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഏതൊക്കെയാണ് 2 ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ്? ഏതൊക്കെയാ? അണേറോബിക് ആൻഡ് എയറോബിക് ഡൈജഷൻ. അതായത് ഓക്സിജൻ ഇല്ലാതെയും ഓക്സിജൻ ഉള്ളതുമായിട്ടുള്ള ഡൈജഷൻ ഓഫ് സീവേജ്, അതാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം അണേറോബിക് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും അണേറോബിക് ബാക്ടീരിയ എയറിന്റെ പ്രസൻസ് ഇല്ലാതെ ഒരു ഓർഗാനിക് മാറ്ററിനെ എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റ് ചെയ്യുന്നു. എയറോബിക് ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓക്സിജന്റെ പ്രസൻസിൽ എയറോബിക് ബാക്ടീരിയ നമ്മുടെ വേസ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റ് ചെയ്യുന്നു. ഈ 2 പ്രോസസ്സുകളാണ് എവിടെ നടക്കുന്നത്? മോഡേൺ സീവേജ് ട്രീറ്റ്മെന്റിൽ നടക്കുന്നത്. ഓക്കെ. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടും 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു പ്രൈമറി ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ മെയിൻ ആയിട്ട് ഏതാടാ വരുന്നത്? നമ്മുടെ അണേറോബിക് ഡൈജഷൻ ആണ് വരുന്നത്. സെക്കൻഡറി ട്രീറ്റ്മെന്റിലാണ് എന്ത് വരുന്നത്? എയറോബിക് ഓക്സിഡേഷൻ വരുന്നത്. ഓക്കെ. ഇനി ഇത് ഓരോന്നിലും തന്നെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഇതിന്റെ ഒരു റഫ് പിക്ചർ പോലെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഓക്കെ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ? പ്രൈമറി ട്രീറ്റ്മെന്റ്. ഈ പ്രൈമറി ട്രീറ്റ്മെന്റ് തന്നെ എത്ര സ്റ്റെപ്പ് ഉണ്ട്? ഒരു 3 സ്റ്റെപ്പ് ഉണ്ട്. എന്തൊക്കെയാ? സ്ക്രീനിങ്, ഗ്രിറ്റ് റിമൂവൽ, പിന്നെ പ്രൈമറി സെഡിമെന്റേഷൻ. ഇങ്ങനെ 3 സ്റ്റെപ്പാണ് പ്രൈമറി ട്രീറ്റ്മെന്റിനകത്ത് വരുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിവറേജ് സിസ്റ്റത്തിൽ നിന്ന് എവിടെ നമ്മുടെ മോഡേൺ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എന്തെത്തും? ടൺ കണക്കിന് എന്ത് വരും? സീവേജ് വരും. ഓക്കെ. അപ്പൊ അതില് സീവേജ് കാണും, മറ്റ് വേസ്റ്റ് വാട്ടർ കാണും, അതുപോലെ തന്നെ മറ്റെന്താ പ്ലാസ്റ്റിക് കാണും, ചാക്കുകൾ കാണും, വുഡ് പീസസ് കാണും, ചിലപ്പോ ഈവൻ സ്കെലിറ്റൺ ഓഫ് അനിമൽസ് വരെ കാണും. ഓക്കെ. അങ്ങനെയുള്ള, അതായത് വലിയ വസ്തുക്കളെ സ്ക്രീൻ ചെയ്ത് മാറ്റുക, അതാണ് എന്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സ്ക്രീനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പീസസ് ഓഫ് വുഡ്, റാക്സ്, masses of garbage and dead animals, ഇതിനെയാണ് നമ്മൾ
സ്ക്രീനിങ്ങിലൂടെ എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത്. ഇതിനു വേണ്ടിയിട്ട് 5 സെന്റിമീറ്റർ വിടവുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റീൽ ബാർസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ സ്ക്രീൻ ചെയ്തെടുക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ ടൈം ടു ടൈം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ട്രെഞ്ച് ചെയ്യാന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, കുഴിയെടുത്ത് അതിനകത്ത് എന്ത് ചെയ്യും, കുഴിച്ചു. ഓക്കെ, അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഏതാ, സ്ക്രീനിങ്. വലിയ വലിയ വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്തു, സ്ക്രീൻ ചെയ്ത് മാറ്റി. ഇനി പ്രൈമറി ട്രീറ്റ്മെന്റിലെ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് എന്തെന്ന് പറയുന്നത്, ഗ്രിറ്റ് റിമൂവൽ. ഒരു ഗ്രിറ്റ് ചേമ്പറിനകത്ത് വെച്ചിട്ട് നമ്മൾ ഗ്രിറ്റിനെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഗ്രിറ്റ് എന്ന് വെച്ചാൽ എന്താ ഗ്രിറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സാൻഡ്, മഡ്, അങ്ങനെ പോലുള്ള കുറച്ച് ഈ കല്ലും മണ്ണും, ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറച്ച് ഹെവിയർ ആയിട്ടുള്ള സോളിഡ് മെറ്റീരിയൽസ്, ഗ്രേവൽ, ഓക്കെ, പാറക്കല്ലുകള്, അതുപോലെ തന്നെ മണല്, അങ്ങനെയൊക്കെ ഉള്ള സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗ്രിറ്റ് ചേമ്പറിനുള്ളിൽ ഈ സീവേജിനെ കടത്തി വിട്ടിട്ട് അതെന്ത് ചെയ്യാൻ, അതിനെ പെർമിറ്റ് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അനുവദിക്കും. ഓക്കെ, എന്നിട്ട് അങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സാധനങ്ങളെ പീരിയോഡിക്കലി അവിടെ നിന്ന് എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് പോകും. അപ്പൊ വലിയ വലിയ വസ്തുക്കൾ മാറി ഗ്രിറ്റും റിമൂവ് ആയി. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു കുഴഞ്ഞ രൂപത്തിലുള്ള ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സ്റ്റെപ്പിൽ വിധേയമാക്കും. അടുത്ത സ്റ്റെപ്പ് എന്താടാ, പ്രൈമറി സെഡിമെന്റേഷൻ. ഓക്കെ, പ്രൈമറി സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് ചെയ്യുക, സബ്സ്റ്റൻസുകളെ സെഡിമെന്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക, സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഈ കിട്ടിയ സീവേജ് ഇപ്പൊ എന്ത് പോയി, അധികം വലിയ വലിയ വസ്തുക്കളും പോയി, ഗ്രിറ്റും പോയി. ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലോട്ട് വിടും. ഓക്കെ, പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലുള്ള ഓർഗാനിക് മാറ്റർ, ജൈവ വസ്തുക്കളിൽ ആക്ട് ചെയ്യും, അണൈറോബിക് ബാക്ടീരിയ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. ഓക്കെ, ആക്ട് ചെയ്യും, അണൈറോബിക് ബാക്ടീരിയ. ഈ അണൈറോബിക് ബാക്ടീരിയ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഹെവിയർ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ എന്ത് ചെയ്യും, താഴോട്ട്, അതായത് ഈ ടാങ്കിന്റെ ബോട്ടത്തിലോട്ട് അതിനെ എന്ത് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യും. ഓക്കെ, അങ്ങനെ ഹെവിയർ ആയിട്ട് ബോട്ടത്തിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് സ്ലഡ്ജ്. പഠിച്ചു വെക്കണം, സ്ലഡ്ജ്. ഓക്കെ, അതിനെ നമ്മൾ പീരിയോഡിക് ആയിട്ട് ഒരു മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ഡിവൈസ് വെച്ച് അവിടെ നിന്ന് എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ഹെവിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്തു, സെറ്റിൽ ഡൗൺ ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് എന്തുണ്ട്, ഈ ഫാറ്റ്, ഗ്രീസ്, അങ്ങനെ എണ്ണമയമുള്ള അംശങ്ങളും അതുപോലെ തന്നെ എഫ്ലുവന്റ്, ഇങ്ങനെ പതഞ്ഞിരിക്കുന്ന സാധനങ്ങൾ കാണും. ഓക്കെ, അതെന്ത് ചെയ്യും, ഇതിന്റെ ഏറ്റവും മുകളിൽ, ഈ ടാങ്കിന്റെ ഏറ്റവും മുകളിൽ വന്ന് സെറ്റിൽ ചെയ്യും. അതായത് നമ്മളിപ്പോ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ പത വരത്തില്ലേ, അതുപോലെ വരുന്ന സാധനത്തിനെയാണ് നമ്മൾ സ്കം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, സ്കം എന്ന് പറയുന്നത്. അപ്പോ സ്ലഡ്ജ് താഴെ അടിഞ്ഞു, സ്കം എവിടെ വന്നു, മുകളിൽ വന്നു. ഓക്കെ, അപ്പൊ ഈ സ്കമ്മിനെയും നമ്മൾ എന്ത് ചെയ്യും, പീരിയോഡിക്കലി അവിടെ നിന്ന് റിമൂവ് ചെയ്യും, സ്ലഡ്ജിനെ എന്ത് ചെയ്യും, പീരിയോഡിക്കലി അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പ്രൈമറി സെഡിമെന്റേഷൻ ഓഫ് സീവേജ് നടത്തുന്ന സമയത്ത് 30 to 40% കോളിഫോം ഓർഗാനിസംസ് എന്ത് ചെയ്യും, അവിടെ റെഡ്യൂസ് ചെയ്യും, കുറയും. ഓക്കെ, സെഡിമെന്റേഷൻ നടക്കുന്ന സമയത്ത് 30 മുതൽ 40% വരെ കോളിഫോം ഓർഗാനിസംസും അവിടെ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റിൽ വരുന്ന സ്റ്റെപ്പ്. ഏതൊക്കെ വന്നു, സ്ക്രീനിങ്, വലിയ വലിയ വസ്തുക്കളെ മാറ്റി, പിന്നെ ഗ്രിറ്റ് റിമൂവൽ, മഡ്, സാൻഡ്, ഗ്രേവൽ, അങ്ങനെയുള്ള വസ്തുക്കളെ മാറ്റി, ലാസ്റ്റ് പ്രൈമറി സെഡിമെന്റേഷൻ. ഇത്രയായപ്പോ നമ്മുടെ എന്ത് കംപ്ലീറ്റ് ആയി, പ്രൈമറി ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് എന്താണ്, ഒരു എഫ്ലുവന്റ് ആണ്. ഓക്കെ, വെള്ളം പോലെ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ പ്രൈമറി സെഡിമെന്റേഷനും കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇനി സെക്കൻഡറി ട്രീറ്റ്മെന്റിന് വിധേയമാക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു എഫ്ലുവന്റിനെ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിലോട്ട്, അതായത് സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ വിടുന്നതിന് മുന്നേ എയറോബിക് ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വിധേയമാക്കും. ഓക്കെ, അപ്പോ അത് നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡുകൾ ആണ് ഏതൊക്കെ, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡും ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും. ഇതിൽ ഏതിലെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, എയറോബിക് ഓക്സിഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, എന്താ കാണുന്നേ? ഒരു എന്താ പാറക്കല്ലുകളില്ലേ, അത് പൊടിച്ചുണ്ടാക്കിയ ഒരു ബെഡ് പോലത്തെ സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിട്ടും ആ ഒരു ഇമേജ് മനസ്സിൽ വരുന്നില്ലേ? ഓക്കെ, ഇനി നോക്കിക്കേടാ, അവിടെ കുറെ പൈപ്പ് സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വെള്ളം പോലെ ഒരു സാധനം സ്പ്രിങ്കിൾ ചെയ്ത് വീഴുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഒരു മെക്കാനിക്കൽ പൈപ്പ് സിസ്റ്റം. ഇതെന്താണ്? പോറസ് ആണ്. ഇതിൽ കുഞ്ഞു കുഞ്ഞു ദ്വാരങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു എഫ്ലുവൻസ് ഈ കുഴലുകളിലൂടെ വന്ന് എവിടെ സ്പ്രിങ്കിൾ ചെയ്തൊഴിക്കും? ഈ ബെഡ് ഓഫ് ക്രഷ്ഡ് സ്റ്റോൺസിലോട്ട് എന്ത് ചെയ്യും? സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിക്കും. ഓക്കെ, നോക്കിക്കോ. അപ്പോ ട്രിക്ലിംഗ് ഫിൽറ്ററിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് പെർക്കൊലേറ്റിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് ക്രഷ്ഡ് സ്റ്റോൺസിന്റെ എന്താണ്? ഒരു ബെഡാണ്. ഓക്കെ, നേരത്തെ കണ്ടില്ലേ, ഇവിടെ എന്താണ്? ഒരു റൊട്ടേറ്റിംഗ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഈ എഫ്ലുവന്റിനെ യൂണിഫോമിലി നമ്മൾ എന്ത് ചെയ്യും? സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിക്കുന്ന സമയത്ത് ഈ ഫിൽറ്ററിന്റെ മുകളിൽ എന്ത് വരും? ഒരു തിൻ ഫിലിം വരും. ഓക്കെ, ഈ ഫിൽറ്ററിന്റെ മുകളിൽ ഒരു തിൻ ഫിലിം വരും. ഈ തിൻ ഫിലിമിൽ ആരൊക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും? അതിൽ ആരൊക്കെ കാണും? ആൽഗെ, ഫംഗെ ആൻഡ് അതർ എയറോബിക് ബാക്ടീരിയ കാണും. ഓക്കെ, ഈ ഒരു ലെയർ നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷനിൽ പഠിച്ചു. ഇങ്ങനെ ആൽഗെ, ഫംഗെ ഒക്കെ വന്ന് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായി ഒരു ലെയർ ഉണ്ടാകുന്നത്. സെയിം അതുപോലത്തെ ഒരു ലെയർ എവിടെ ഉണ്ടാകും? ഈ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ ഉണ്ടാകും. ഓക്കെ, ആ ബാക്ടീരിയൽ ഫ്ലോറയുടെ ആ ഒരു ലെയറിനെ ഇവിടെയും നമ്മൾ പറയുന്ന പേരെന്ത് തന്നെയാണ്? എന്താണ്? സൂഗ്ലിയൽ ലെയർ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു ബെഡിൽ സൂഗ്ലിയൽ ലെയർ കാണും. അപ്പോ ഈ ഒരു എഫ്ലുവന്റ് ഇതിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിക്കുന്ന സമയത്ത് ആ എഫ്ലുവന്റ് ഏതിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്? ഈ സൂഗ്ലിയൽ ലെയറിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതിനകത്ത് എന്തുണ്ട്? എയറോബിക് ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ഈ എയറോബിക് ബാക്ടീരിയ ആ എഫ്ലുവന്റിലുള്ള ഓർഗാനിക് മാറ്ററിനെ വീണ്ടും എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, ഡൈജസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഗ്രീൻ കളർ ഫ്ലോക്കുലന്റ് മെറ്റീരിയൽ കിട്ടും. ഓക്കെ, അതാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എവിടെ നടക്കുന്നത്? ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വാഷ് ചെയ്ത് ഹ്യൂമസ് എന്ന് പറയുന്ന എന്ത് കിട്ടി? ഹ്യൂമസ് എന്ന് പറയുന്ന ആക്ച്വലി നമുക്ക് വളമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഓക്കെ, ബാക്കി ഹ്യൂമസ് ഫോം ചെയ്ത് കൂടി പ്യൂരിഫൈ ചെയ്ത സീവേജ് ആയിരിക്കും അതിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് വിടുന്നത്? സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലോട്ട് വിടുന്നത്. ട്രിക്ലിംഗ് ഫിൽറ്ററിന് പിന്നീട് പ്യൂരിഫൈ ചെയ്ത സീവേജ് പോകുന്നത് എങ്ങോട്ടേക്കാണ്? സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ. ഓക്കെ, അപ്പൊ എയറോബിക് ഓക്സിഡേഷന്റെ ഒരു മെത്തേഡ് ആണ് ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ്. ഇനി ഇതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. ഓക്കെ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Okay, it is a modern method of purifying the sewage in place of trickling filter. Trickling filterന് പകരം നമ്മൾ സീവേജ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെന്റൻസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് പഠിച്ചോ. ദ ഹാർട്ട് ഓഫ് ദി ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ഈസ് കോൾഡ് എയറേഷൻ ടാങ്ക്. ഓക്കെ, അപ്പോ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് ആൻസർ വരുന്നത്? എയറേഷൻ ടാങ്ക്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്നും വരുന്ന ആ ഒരു എഫ്ലുവൻസിനെ നമ്മൾ ഈ എയറേഷൻ ടാങ്കിനകത്ത് നമ്മുടെ ഈ സീവേജ് ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും ലാസ്റ്റ് ഇനി നമ്മൾ പഠിക്കും, ഏറ്റവും ലാസ്റ്റ് ഒരു സ്ലഡ്ജ് കിട്ടും. ഓക്കെ, ആ സ്ലഡ്ജിൽ റിച്ച് കൾച്ചർ ഓഫ് എന്ത് കാണും? ബാക്ടീരിയ, എയറോബിക് ബാക്ടീരിയ കാണും. ആ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ആ സ്ലഡ്ജിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ എവിടെ കൊണ്ടിടും? ഈ എയറേഷൻ ടാങ്കിലിടും. എന്തിനു വേണ്ടിയിട്ടാ? എയറോബിക് ബാക്ടീരിയ അതിൽ വളരുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് ഈ സീവേജ് ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു സ്ലഡ്ജിനെയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. അത് കുറച്ചെടുത്ത് നമ്മൾ എവിടെ കൊണ്ടിടും? എയറേഷൻ ടാങ്കിൽ കൊണ്ടിടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു എഫ്ലുവൻസ് ഇല്ലേ, ഈ എഫ്ലുവൻസിനെ ഈ എയറേറ്റ് അല്ല ആക്ടിവേറ്റഡ് സ്ലഡ്ജിനെയാണ് നമ്മൾ എയറേറ്റഡ് സ്ലഡ്ജ് എന്നും പറയുന്നത്.
നമ്മുടെ ഈ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്നും വരുന്ന എഫ്ലുവന്റിനെ ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്ത് കിടക്കുന്ന സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ആ എഫ്ലുവന്റും ആക്ടിവേറ്റഡ് സ്ലഡ്ജും കൂടെ മിക്സ് ചെയ്യും. അപ്പൊ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ എന്തുണ്ട്, എയറോബിക് ബാക്ടീരിയ ഉണ്ട്. ഈ എയറോബിക് ബാക്ടീരിയ എന്തിൽ ആക്ട് ചെയ്യും, ഈ എഫ്ലുവന്റിൽ ആക്ട് ചെയ്തിട്ട് അതിനെ ഓക്സിഡൈസ് ചെയ്ത് ഫൈനൽ പ്രോഡക്ട്സ് എന്താക്കി മാറ്റും, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രേറ്റ് ആൻഡ് വാട്ടർ ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ട്രിക്ലിംഗ് ഫിൽറ്ററിൽ ഫൈനൽ പ്രോഡക്റ്റ് എന്ത് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ഈ ഓക്സിഡേഷൻ എവിടെ എറോബിക് ഓക്സിഡേഷൻ കണ്ടു കഴിഞ്ഞാലും അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രേറ്റും വാട്ടറും ആയിരിക്കും. ഓക്കെ, അണേറോബിക് ഡൈജഷന്റെ ഫൈനൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ആയിരിക്കും, മീഥെയിൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ ഗ്യാസുകളായി. ഓക്കെ ഓക്കെ, അപ്പോ നമുക്ക് എന്തൊക്കെ കിട്ടി, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രേറ്റ് ആൻഡ് വാട്ടർ. ഓക്കെ, ഇനി പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ചിലപ്പോൾ ട്രൂ ഓർ ഫോൾസിലൊക്കെ ചോദിക്കും. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റ്സ് ഓക്യുപ്പൈ ലെസ് സ്പേസ് ദാൻ ട്രിക്ലിംഗ് ഫിൽറ്റർ. അതായത് ട്രിക്ലിംഗ് ഫിൽറ്ററിനെ കാട്ടിയിട്ടും വളരെ ചുരുങ്ങിയ സ്ഥലം മതി എന്തിന് സ്ഥിതി ചെയ്യാൻ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാന്റ്സിന് സ്ഥിതി ചെയ്യാനായിട്ട്. അപ്പോ നമ്മൾ സിറ്റീസിലൊക്കെ എന്തായിരിക്കും അഡോപ്റ്റ് ചെയ്യുന്നത്, എന്തായിരിക്കും, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആയിരിക്കും. ആ ഒരു മെത്തേഡാണ് നമ്മൾ സിറ്റീസ് ആൻഡ് ടൗൺസിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അത്ര വലിയ സിറ്റിയും ടൗൺ ഒന്നും അല്ല, എന്നാൽ ചെറിയൊരു ടൗൺ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്തായിരിക്കും, ട്രിക്ലിംഗ് ഫിൽറ്റർ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റിലെ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡറി ട്രീറ്റ്മെന്റിലെ സെക്കൻഡ് സ്റ്റേജ് ആണ് എന്ത്, സെക്കൻഡറി സെഡിമെന്റേഷൻ. ഓക്കെ, അപ്പോ ട്രിക്ലിംഗ് ഫിൽറ്റർ നിന്നോ അല്ലെങ്കിൽ എയറേഷൻ ടാങ്കിൽ നിന്നോ വരുന്ന ഓക്സിഡൈസ് ചെയ്യപ്പെട്ട സീവേജിനെ നമ്മൾ ഇനി എങ്ങോട്ടേക്ക് പാസ് ചെയ്യും, ഒരു സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലോട്ട് പാസ് ചെയ്യും. എന്നിട്ട് അവിടെ നമ്മൾ ഇതിനെ ഒരു 2-3 മണിക്കൂർ റീറ്റെയിൻ ചെയ്യും, നിലനിർത്തും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാധനം വരുന്നുണ്ട്, ഏതാ, എയറേറ്റഡ് സ്ലഡ്ജ്. ഓക്കെ, ഇങ്ങനെ 2-3 മണിക്കൂർ ഇതവിടെ നിലനിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും ഇതിൽ നിന്നുള്ള ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യും, താഴോട്ട് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് അവിടെ ഒരു സ്ലഡ്ജ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എയറേറ്റഡ് സ്ലഡ്ജ് ഓർ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയും. ഓക്കെ, ഈ സ്ലഡ്ജിനെയാണ് നമ്മൾ എവിടെ കുറച്ചെടുത്ത് കൊണ്ടിടുന്നത്, എയറേഷൻ ടാങ്കിൽ കൊണ്ട് ഇടുന്നത്. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ എന്താ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന സ്ലഡ്ജ് ആണ് എയറേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിലും എന്തുണ്ടായി, ഒരു സ്ലഡ്ജ് ഉണ്ടായി. പക്ഷേ അതും ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഈ ആക്ടിവേറ്റഡ് ഓർ എയറേറ്റഡ് സ്ലഡ്ജിനകത്ത് എന്താ, ബാക്ടീരിയ, നൈട്രജൻ ആൻഡ് ഫോസ്ഫേറ്റ് ഇതൊക്കെ നല്ല റിച്ച് ആയിട്ട് കാണപ്പെടും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു വളമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എയറേറ്റഡ് സ്ലഡ്ജിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് ഇൻഒഫൻസീവ് ആണ്, പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇതിന് എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തായിട്ട് യൂസ് ചെയ്യാം, ഒരു നല്ല വളമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സെക്കൻഡറി സെഡിമെന്റേഷൻ. അപ്പൊ പ്രൈമറി ട്രീറ്റ്മെന്റും കംപ്ലീറ്റ് ആയി, സെക്കൻഡറി ട്രീറ്റ്മെന്റും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണുള്ളത്, ലാസ്റ്റ് എയറേറ്റഡ് സ്ലഡ്ജും കിട്ടി, പിന്നെ എന്തും കിട്ടും, ഒരു എഫ്ലുവന്റും കിട്ടും. ഇതിനെ നമ്മൾ ഇനി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു 3/4 ഭാഗത്തോളം കംപ്ലീറ്റ് ആയി. ഇനി ഈ സ്ലഡ്ജിനെ നമ്മൾ എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, എഫ്ലുവന്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫൈനൽ പ്രോഡക്ട്സ് ഇത് രണ്ടെണ്ണമാണ്. അപ്പൊ സ്ലഡ്ജ് ഡൈജഷന് എത്ര മെത്തേഡ്സ് ഉണ്ട്, മെയിൻ ആയിട്ട് ഒരു 2 മെത്തേഡ്സ് ആണുള്ളത്. ഏതൊക്കെയാ, ഡൈജഷനും സീ ഡിസ്പോസലും. ഓക്കെ, ഡൈജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലാസ്റ്റ് കിട്ടിക്കഴിഞ്ഞ എയറേറ്റഡ് സ്ലഡ്ജ് ഇല്ലേ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, അതിനെ നമ്മൾ ഫേവറബിൾ ടെമ്പറേച്ചറിലും പി എച്ചിലും വെച്ചിട്ട് എന്ത് ചെയ്യും, ഇൻക്യുബേറ്റ് ചെയ്യും. ഓക്കെ, ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ, അവിടെ അണേറോബിക് ഡൈജഷൻ എന്ത് ചെയ്യും, വീണ്ടും നടക്കും. ഓക്കെ, അണേറോബിക് ഡൈജഷൻ നടക്കും. എന്തിനാണ്, ഈ എയറേറ്റഡ് സ്ലഡ്ജിന്. എന്നിട്ട് അതിലുള്ള കോംപ്ലക്സ് സോളിഡ്സ് ബ്രോക്കൺ ഡൗൺ ചെയ്ത് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ ആൻഡ് അമോണിയ ആയിട്ട് മാറും. ഇതെടുക്കുന്നതിന് ഏകദേശം ഒരു മാസം, 3 to 4 weeks വേണം ഈ ഒരു സ്ലഡ്ജ് ഡൈജഷൻ എന്ത് ചെയ്യാനായിട്ടുള്ളത്, കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഈ സ്ലഡ്ജ് ഡൈജഷൻ നടത്തി നമുക്ക് കിട്ടുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നതും എന്തായിരിക്കും, ഇൻഒഫൻസീവ് ആയിരിക്കും. പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അതുപോലെ തന്നെ അത് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കും, ടാറി മഡ്
ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കാണപ്പെടുന്നത്. അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഉണങ്ങി കിട്ടും. അത് നമുക്ക് എന്താ ഒരു എക്സലന്റ് മാനുവർ വളമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും എന്ന് പറഞ്ഞു, മീഥെയിൻ ഗ്യാസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട്. ഓക്കെ, അത് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് പർപ്പസസ്. ഓക്കെ, നമുക്ക് ആഹാരം പാചകം ചെയ്യാനും അതുപോലെ തന്നെ ലൈറ്റിംഗ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി സ്ലഡ്ജ് ഡൈജഷന്റെ വേറൊരു മെത്തേഡാണ് എന്ത്, സീ ഡിസ്പോസൽ. അതായത് നമ്മുടെ ഈ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, മിക്കവാറും ഉള്ള പട്ടണങ്ങളും സിറ്റീസൊക്കെ എവിടെയായിരിക്കും, കടൽ തീരത്തായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്ന സ്ലഡ്ജിനെ അവര് കടലിലോട്ട്, ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുന്ന ആ ഒരു സ്ലഡ്ജിനെ കടലിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പമ്പ് ചെയ്ത് വിടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ സ്ലഡ്ജിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഡൈജസ്റ്റ് ചെയ്തു. ഇനിയുള്ളത് എന്താണ്, എഫ്ലുവൻറ്റ്, ആ വെള്ളം പോലത്തെ സബ്സ്റ്റൻസ്, അതിനെയാണ് എഫ്ലുവൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ്ലുവൻറ്റിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? ഒന്നാമത്തെ മെത്തേഡ് ഡിസ്പോസൽ ബൈ ഡൈല്യൂഷൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുക. അതായത് നമ്മൾ ഒന്നുകിൽ കടലിലോട്ടോ അല്ലെങ്കിൽ നദികളിലോട്ടോ ഈ ലാസ്റ്റ് കിട്ടിയ എഫ്ലുവന്റിനെ എന്ത് ചെയ്യും, ഒഴിക്കും. നമുക്കറിയാം നദി അല്ലെങ്കിൽ പുഴ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ധാരാളം വെള്ളമുണ്ട്. അപ്പൊ ഈ വെള്ളവും കൂടെ ചേരുമ്പോൾ ജസ്റ്റ് അതിൽ എന്താവത്തേ ഉള്ളൂ, ഡൈല്യൂട്ട് ചെയ്ത് അതിൽ അലിഞ്ഞു ചെയ്യും. ഓക്കെ, അതാണ് ഡിസ്പോസൽ ബൈ ഡൈല്യൂഷൻ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓൺ ലാൻഡ്. ഈ കിട്ടിയ എഫ്ലുവന്റിന് നമുക്ക് എന്ത് ചെയ്യാം, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാൻഡ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്, ജലസേചനത്തിന് വേണ്ടിയിട്ട് ഈ കിട്ടുന്ന എഫ്ലുവന്റിനെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. നമുക്ക് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ത്, മോഡേൺ സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് 15 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയാലേ നിങ്ങൾക്ക് ആ ഒരു 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ സിമ്പിൾ ആണ്, ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. 2 സ്റ്റെപ്പാണുള്ളത്, പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ സ്ക്രീനിങ്, ഗ്രിറ്റ് റിമൂവൽ, പ്രൈമറി സെഡിമെന്റേഷൻ. സെക്കൻഡറി ട്രീറ്റ്മെന്റ് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രിക്ലിംഗ് ഫിൽറ്റർ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. രണ്ടാമത് നമ്മൾ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലിടും. ഓക്കെ, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് സ്ലഡ്ജും എഫ്ലുവന്റും കിട്ടും. അതിനെ സ്ലഡ്ജിനെ എങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു, എഫ്ലുവന്റിനെ നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്.